ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ്റെ ഉദ്ഭവത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവൻ പൊടിയും ചാമ്പലുമാണ്, അത്ര നിസാരനാണ്, നശ്വരനാണ്, ഈ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതി ശക്തികൾക്ക് അധീനനാണ്. രണ്ട്, ദൈവത്തിൽ നിന്ന് ജീവശ്വാസം സ്വീകരിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണ്. പ്രകൃതി ശക്തികൾക്ക് അവൻ അടിമയല്ല. പ്രകൃതിയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് പ്രകൃതിയെ അധീനപ്പെടുത്താനും വികസിപ്പിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഭാഗവാക്കാകാനും ആ സൃഷ്ടികർമ്മം തുടർന്നു കൊണ്ടിരിക്കാനും അവൻ നിയുക്തനാണ്. അവൻ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൽ ലയിക്കുന്നതുവരെ അസ്വസ്ഥനായിരിക്കുകയും ചെയ്യും.